നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കളിക്കളത്തിൽ നടന്നത് വല്ലാത്തൊരു പോരാട്ടം തന്നെയാണ്. 3-2 FC ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തി സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിടുകയും ചെയ്തു. കളിയിൽ വലിയ വിവാദങ്ങൾക്കൊന്നും വഴിയുണ്ടായിരുന്നതുമില്ല. എന്നാൽ കളിക്ക് ശേഷം ഇപ്പോൾ വിവാദം പുകയുകയാണ്. കിലിയൻ എംബാപ്പയാണ് വിവാദം ഉയർത്തുന്നവരുടെ ടാർഗറ്റ്. ട്രഡീഷണലി സൂപ്പർ കോപ്പ ഡി എസ്പാന കഴിയുമ്പോൾ ഈ ഗാർഡ് ഓഫ് ഓണർ ഇരു ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് നമ്മൾ കാണാറുണ്ട്. തോറ്റ ടീമിനെ ജയിച്ച ടീം ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ലൂസേഴ്സ് മെഡൽ വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് വിടാറുള്ളത്. ബാഴ്സലോണ ഇന്നലെ അങ്ങനെ തന്നെയാണ് റയൽ മാഡ്രിഡിനെ കടത്തി വിട്ടത്. എന്നാൽ അത് കഴിഞ്ഞ് വിജയികളെ സ്റ്റേജിലേക്ക് വിടുമ്പോൾ റയൽ മാഡ്രിഡ് താരങ്ങൾ ഗാർഡ് ഓഫ് ഓണറിന് നിന്നില്ല. എംബാപ്പെ അവരതിൽ നിന്ന് ഒഴിവാക്കി, അതിൽ നിന്ന് അകറ്റി നിർത്തി എന്നുള്ളതാണിപ്പോൾ വിവാദമായിട്ട് എടുത്തു പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത്. എംബാപ്പെ തൻ്റെ സഹതാരങ്ങളോട് സംസാരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് വീഡിയോയിലുണ്ട്. താരങ്ങൾ ചിലരൊക്കെ അവിടെ നിന്നിരുന്നു, പക്ഷേ പിന്നീട് അങ്ങോട്ട് മാറിപ്പോകുന്നതും കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ബാഴ്സലോണ ആ കിരീടമൊക്കെ ചൂടി, കിരീടം ഉയർത്തിയ ആഘോഷം തുടങ്ങുന്ന അതേ സന്ദർഭത്തിൽ ലോക്കർ റൂമിലേക്ക് ആദ്യം കയറിപ്പോയതും എംബാപ്പയാണ്. വിന്നേഴ്സിൻ്റെ മറ്റ് ആക്ടിവിറ്റീസ് അവിടെ നിന്ന് കാണുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം തിരികെ പോയി. അതിനിപ്പോൾ പ്രത്യേകിച്ചൊന്നും കുറ്റപ്പെടുത്താനും പറ്റില്ല. അതങ്ങനെയാണ്, തോൽക്കുമ്പോഴുള്ളൊരു മാനസികാവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഈ ഗാർഡ് ഓഫ് ഓണർ നൽകാൻ സഹതാരങ്ങളെ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എംബാപ്പയ്ക്കെതിരെ കനത്ത വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ വരുന്നുണ്ട്. ക്ലാസ്ലെസ് ആക്ടിവിറ്റിയാണ് എംബാപ്പെ നടത്തിയത് എന്നാണ് ബാഴ്സ ആരാധകരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ആരോപണം. എന്തായാലും ട്രഡീഷണൽ ആയിട്ടുള്ള ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുന്നതിൽ റയൽ മാഡ്രിഡ് താരങ്ങൾ ഇന്നലെ പിൻവാങ്ങി. അതിന് കാരണം എംബാപ്പയാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.